ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 4 മണി പലഹാരമായിട്ടൊരു മോദകം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കി അതിൽ കുറച്ച് തേങ്ങായും കുറച്ച് പിന്നെ ഏലക്കാപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കണതാണ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് മൈദാമാവും കുറച്ച് അരിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും കൂടി ഒരു ശകലം പഞ്ചസാരയും കൂടി ഇട്ട് കലക്കി, അതായത് നമുക്ക് നല്ല ഈ പരുവത്തിന് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. ഇത് കുറച്ചും കൂടി ഒന്ന് കലക്കണം. ഇതെന്ന് പറയുമ്പോൾ ഞാൻ പയർ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്നു. അത് നല്ല വെന്തതിന് ശേഷം ആറിയതിന് ശേഷം എടുത്ത് ഇതിൽ കൂടി മിക്സ് ചെയ്യും. അതിനാണ് ഈ പയർ. അത് ഒന്ന് റെഡി ആവട്ടെ. അപ്പം നമുക്ക് പയർ വെന്തോന്ന് നോക്കാം. പയർ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്ന അത് ഇതിലോട്ടൊന്ന് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ചെറിയ തീയിലിട്ടിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് കുറച്ച് ആറിയതിന് ശേഷം ഒന്ന് ആറിയതിന് ശേഷം ചെറിയ ചെറിയ ബോളുകളായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചെറിയ ചെറിയ ബോളൊന്ന് ആറിയതിന് ശേഷം ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് ആറട്ടെ. ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്. അപ്പോൾ നമുക്കിത് ചെറിയ ബോളുകളായിട്ട് ഒന്ന് ഉരുട്ടി വയ്ക്കാം. കുറച്ച് ചൂടുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു നാരങ്ങ വലിപ്പത്തിനുള്ള ബോളായിട്ട്. ഇപ്പം നമ്മൾ എല്ലാം ബോളുകളാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് മാവ്, ഇത് മുക്കിയിടാനുള്ള മാവാണ്. പിന്നെ ഇത് ഏലക്കാപ്പൊടിയാണ്, അത് ഞാൻ ചേർത്തു. ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ടത്, നമുക്ക് ഗ്യാസ് കത്തിക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ നല്ലവണ്ണം ചൂടാകുമ്പോൾ ഇതിൽ നിന്ന് ഓരോന്നായിട്ട് മുക്കി നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇതിൽ മുക്കി ഇച്ചിരി ചൂടായി പോയിട്ടുണ്ട്. ആദ്യം ഒരു 3 എണ്ണം ഇടാം. പിന്നെ ആദ്യത്തത് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നാവും, കാരണം നമ്മൾ പയറൊക്കെ നല്ല എണ്ണം വേവിച്ചതാണല്ലോ. അപ്പോൾ ഈ മാവിൻ്റെ ഒന്ന് വേവന്ന അത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഈ ചെറിയ ചെറിയ ഇതൊക്കെ മാറ്റിയില്ലെങ്കിൽ അത് അവിടെ കിടന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതും കൂടി മാറ്റി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇടാം. ഇങ്ങനെ ബോളെടുക്കുക, ഈ മാവിൽ മുക്കുക. പിന്നെ മറിച്ചിടുമ്പം എണ്ണ തെറിക്കാതെ സൂക്ഷിച്ച് മറിച്ചിടണം. നമുക്ക് ഇതെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കും. നമുക്കതിനെ വിടർത്തി മാറ്റി കൊടുക്കാം. 1 by 1 ആയിട്ട് മാറ്റാം.
അടുത്തതും റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തതില്ല. ലാസ്റ്റിട്ട് അത് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും കണ്ടല്ലോ മോദകം ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പം കണ്ടില്ലേ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഓക്കെ, ബൈ. Mm.